ഈ CPI എന്ന് പറയുന്ന പാർട്ടി വളരെ ലാളിത്യത്തിൻ്റെ ഒരു ഉറവിടമായിട്ടാണ് പലപ്പോഴും കാണുന്നത്. യാതൊരു അഴിമതിയുടെ കറ പുരളാത്ത വ്യക്തിത്വങ്ങളാണ് ആ പാർട്ടിയിലുള്ളത്. പക്ഷെ ഇപ്പൊ 25ാം പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോൾ വീണ്ടും പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി തുടരാൻ വേണ്ടി അതിൽ കടിച്ചു പിടിച്ച് കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരു സഖാവിന്. തീർച്ചയായിട്ടും അത് വളരെ ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. കേരളത്തിൽ നിന്ന് ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള ആൾക്കാരെ, സന്തോഷ് കുമാർ ഉൾപ്പെടെ, സന്തോഷ് കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ അവരൊക്കെ തന്നെ ഈ പാർലമെന്ററി വ്യാമോഹത്തിനെയൊക്കെ എതിർക്കുന്ന ആദർശ രാഷ്ട്രീയ ശാലികളാണ്. അവരെല്ലാം തന്നെ കേരളത്തിൽ നിന്ന് പുറപ്പെട്ടത് ഈ സമ്മേളനത്തിൽ, ചണ്ഡീഗഡിലെ സമ്മേളനത്തിൽ വലിയ വിപ്ലവ പ്രതീക്ഷകളോടെ, കമ്മ്യൂണിസ്റ്റ് ഐക്യ പ്രതീക്ഷകളോടുകൂടി പങ്കെടുത്തത് 75 വയസ്സിന് ഉള്ളവർ പാർട്ടിയിലെ ഉയർന്ന സ്ഥാനങ്ങളിൽ തുടരണ്ട എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട്. ബിനോയ് വിശ്വം ആദ്യത്തെ സമ്മേളനം തുടങ്ങിയ ദിവസത്തെ അന്നായിരുന്നു പ്രകടനവും പതാക ഉയർത്തലും എല്ലാം. അവിടെ വെച്ച് തന്നെ 75 വയസ്സിന് മുകളിലുള്ളവർ ഈ പാർട്ടിയിൽ തുടരരുത് എന്നുള്ള വലിയ പ്രസ്താവനകളുമായിട്ടാണ് പോയത്, ഉറച്ചു നിന്ന പ്രസ്താവനകളുമായിട്ട്. അപ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ടും വിചാരിച്ചു ഡി രാജയാണ് ഇപ്പോഴത്തെ ദേശീയ ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിന് ശേഷം ദളിതനുമാണ് അദ്ദേഹം. തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദളിത് സ്ഥാനത്ത്, ഭാരവാഹി സ്ഥാനത്ത് വരുന്ന പ്രധാനപ്പെട്ട ആദ്യത്തെ നേതാവ് തന്നെയാണ് അദ്ദേഹം. ആരും വന്നിട്ടില്ല. CPM-ൽ ഇതുവരെ അങ്ങനെ നേതാക്കൾ വന്നിട്ട്, പോളിറ്റ് ബ്യൂറോയിലുണ്ടെന്നുള്ളത് പറയുന്നത്. ഇതിന് നാഷണൽ കൗൺസിലേ ഉള്ളല്ലോ, പോളിറ്റ് ബ്യൂറോ എന്നൊരു സംവിധാനം ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇവിടെ തുടർന്ന് വലിയ അഭിമാനം തന്നെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായം കഴിഞ്ഞു. ബിനോയ് വിശ്വം പറയുന്നതും മറ്റൊരു ആദർശമാണ്. 75 വയസ്സുള്ളവരെ പാർട്ടിക്ക് വേണ്ട, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർ മതി. ഈ യങ്സ്റ്റേഴ്സ് വിചാരിച്ചാൽ തന്നെ പാർട്ടിയെ വീണ്ടെടുക്കാൻ പറ്റുമെന്നുള്ള സംശയകരമായിട്ടുള്ള ഒരു ദേശീയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ആ വെല്ലുവിളി ഏർക്കാൻ വൃദ്ധ നേതൃത്വത്തിന് പറ്റില്ല. വൃദ്ധ നേതൃത്വം അത് തന്നെയാണ്. ഇതിപ്പോൾ 2ാം ടൈമാണ് അദ്ദേഹം ആചരിച്ചു വരുന്നത്. അതായത് നേരത്തെ 2019 സുധാകർ റെഡ്ഡി അധികാരമോഹിയല്ല, നോക്കണം CPI-യുടെ. അദ്ദേഹത്തിന് വേണമെങ്കിൽ ചടഞ്ഞിരിക്കായിരുന്നു ആ സ്ഥാനത്ത്. ആരോഗ്യമൊന്നും പ്രശ്നമുണ്ട്, ആരോഗ്യം നോക്കി വല്ലവരും എല്ലാവരും ഇരിക്കുന്നത്. ഡി രാജ ഇപ്പോൾ പെർഫെക്റ്റ് ആരോഗ്യത്തിൻ്റെ കണ്ടീഷനിലാണോ? പ്രശ്നമുണ്ട്. അദ്ദേഹം തലകറങ്ങി വീണതാണോ ഒരിക്കൽ? അദ്ദേഹം 2019 സുധാകർ റെഡ്ഡി ആന്ധ്രാപ്രദേശുകാരൻ. അതിനുശേഷം 2022 വിജയവാഡ കോൺഗ്രസ് വന്നു. അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ട, ഈ സ്ഥാനത്തൊന്നും എനിക്ക് മാറണം, താല്പര്യമില്ല, അതുകൊണ്ട് വേറെ ആരെങ്കിലും. അങ്ങനെ വന്നാണ് ഡി രാജ ഒക്കെ ഊഴം കിട്ടിയത്. പിന്നെ അടുത്ത പ്രാവശ്യം അദ്ദേഹത്തിന് ഒരു ലൈഫ് കിട്ടി. അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പ്രാവശ്യവും അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിനെ മാറ്റുമെന്ന് പറഞ്ഞപ്പോൾ കരയാൻ തുടങ്ങി. ഒരു തെറ്റായ സന്ദേശം നൽകില്ല. എന്ത് തെറ്റായ സന്ദേശം? ഒരു തെറ്റായ ഞാൻ കഷ്ടപ്പെട്ട് ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് പാർട്ടിക്ക് വേണ്ടിയാണ്. സുധാകർ റെഡ്ഡി എങ്ങനെയാ? സുധാകർ റെഡ്ഡിയുടെ ജീവിതം വായിച്ചു നോക്കണം. അവിടെ തന്നെയുള്ള രാജേശ്വർ റാവുവിൻ്റെ CPI-കാരനാ, ജീവിതം വായിച്ചു നോക്കണം. പാർട്ടിക്ക് വേണ്ടി ബലി കഴിച്ച ജീവിതങ്ങളാണ് ഇതൊക്കെ. ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. എന്ത് വർത്തമാനമായി പറയുന്നത്? അതും പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞപ്പോൾ ബിനോയ് വിശ്വത്തിൻ്റെയൊക്കെ മട്ടും മാതിരിയും മാറി. എന്നാൽ പിന്നെ അയാൾ അല്ലെങ്കിൽ അവിടെ CPI-ക്ക് നഷ്ടപ്പെട്ടു പോയത്, അതാണ് കഷ്ടം, ഒരു വനിതാ ദേശീയ ജനറൽ സെക്രട്ടറിയെ. അമർജിത് കൗർ, കേട്ട് കാണും വിജയനാഥൊക്കെ പേര്. കൊല്ലത്ത് വർഷങ്ങൾക്ക് മുമ്പ് AISF-ന്റെ സമ്മേളനത്തിൽ വന്നാണ് ചെറുപ്പക്കാരിയായിട്ടുള്ള ഉജ്ജ്വല വാഗ്മിയായിട്ടുള്ള നേതാവ്, ചെറുപ്പക്കാരി, വളരെ സുന്ദരിയായിട്ടുള്ള പഞ്ചാബുകാരി കൗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഖ് വംശത്തിൽപ്പെട്ട ധീരയായ പോരാളി. ആ ഒരു വനിതയെ ഇവരുടെ നേതൃത്വത്തിൽ ആദ്യമായിട്ടാണ്, അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഫെമിനിസത്തെക്കുറിച്ചും വനിതാ വിമോചനത്തെക്കുറിച്ചും വാചാലമായി പറഞ്ഞിട്ട് കാര്യമില്ല, ചെയ്ത് കാണിക്കാൻ പറ്റിയ ഒരു അവസരമാണ് CPI ചണ്ഡീഗഡിൽ നഷ്ടപ്പെടുത്തിയത്. അമർജിത് കൗർ എന്ന് പറയുന്ന പേര്. കൗർ എന്ന് പറഞ്ഞാൽ കരടി എന്ന അർത്ഥം. ഒരു കരടിയല്ല, പുലിയാണ്, പെൺപുലിയാണ്. CPI-ക്ക് യുവാക്കളുടെ വലിയൊരു ഊർജം നൽകാൻ കഴിവുള്ള നേതാവ്. ഇത്രയും നാൾ അവർ നിൽക്കുകയാണ്, പാർട്ടിയിൽ നിന്ന് എങ്ങും പോകാതെ തന്നെ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുകയാണ്. സിഖ് ഭീകരവാദികളുടെ നടുവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി, കമ്മ്യൂണിസ്റ്റ് ഐക്യത്തിന് വേണ്ടിയിട്ട്, സമഷ്ടിക്ക് വേണ്ടി, സോഷ്യലിസത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആ നേതാവിനെ അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഡി രാജ അവിടെ ഇരുന്ന് മോങ്ങിക്കൊണ്ട് എനിക്ക് വീണ്ടും അവസരം വേണമെന്ന് പറഞ്ഞു. വലിയ ആദർശ ചുത്തനാണ്. പാർലമെന്ററി വ്യാമോഹം
ഈ പാർട്ടിയിലേക്കും സംക്രമിച്ചിരിക്കുന്നത് ഒരു സാംക്രമിക രോഗം പോലായി തീർന്നിരിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. നമുക്കറിയാം അച്യുതമേനോൻ പാർലമെന്റ് മെമ്പറായിരുന്ന അദ്ദേഹത്തെ അടിച്ചേൽപ്പിച്ചതാണ് മുഖ്യമന്ത്രി സ്ഥാനം. ഒരു താല്പര്യമില്ലായിരുന്നു. PK വാസുദേവൻ നായർ ആകെ ഭയന്ന് അമ്പരന്ന് പോയി മുഖ്യമന്ത്രി സ്ഥാനം എന്ന് കേട്ടപ്പോൾ. ഒരു താല്പര്യമില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പെരുമ്പാവൂർ കൂട്ടുകാരോടൊപ്പം ചീട്ടുമൊക്കെ കളിച്ചും കമ്മ്യൂണിസം പറഞ്ഞുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും ജീവിക്കുന്ന ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം. മുഖ്യമന്ത്രിയാവാൻ അങ്ങനെ അധികാരമെടുത്ത് തലയൊക്കെ ഒരു താല്പര്യമില്ല. അച്യുതമേനോൻ പാർട്ടി അടുത്ത തവണയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ വെച്ചപ്പോൾ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് പോവുക ചെയ്തിട്ടുണ്ട്. അങ്ങനെ അധികാരമോഹികൾ അധികമൊന്നുമുള്ള പാർട്ടിയല്ല. വെളിയം ഭാർഗവൻ ഒരിക്കൽ പോലും മന്ത്രിയായിട്ടുണ്ടോ? വെളിയം ഭാർഗവൻ ഇല്ല. അധികാര രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറമുള്ള നേതാക്കളാണ് ഇവരൊക്കെ. പക്ഷെ അതെല്ലാം ഇപ്പോൾ തെറ്റിച്ച് എനിക്ക് ഒരു തവണയും കൂടെ വേണമെന്നും പറഞ്ഞ് അവിടെ നിന്ന് മോങ്ങിക്കൊണ്ട് CPI തുടർന്നു വന്ന അതിൻ്റെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു ഗുണനിലവാരം, അവർക്ക് പോപ്പുലാരിറ്റി ഉണ്ടെന്നൊന്നും ഞാൻ പറയില്ല, വോട്ട് ബാങ്ക് ഉണ്ടെന്നും ഞാൻ പറയില്ല, അത് നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ ഇതേ പഞ്ചാബിൽ തന്നെ ഭട്ടിൻഡ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന പാർട്ടി കോൺഗ്രസിലാണ് ഇതേ PK വാസുദേവൻ, നമ്മളിപ്പോൾ പറഞ്ഞ PK വാസുദേവൻ നായർ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞത്. എന്തിനു വേണ്ടി? ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടി. എപ്പോഴും അടിയന്തരാവസ്ഥയെ പിന്തുണച്ചത് തെറ്റായി പോയി എന്ന് അവിടെ നിലപാടെടുത്തപ്പോൾ നിലപാട് മാറ്റി. അതാണ് ഈ പാർട്ടിയുടെ നിലപാട് മാറ്റമെന്ന് പറയുന്നത്. അതാണ് സുകുമാരൻ നായർ ഈസിയായിട്ട് CPM അവരുടെ നിലപാട് മാറ്റിയെന്ന് പറഞ്ഞത്. നമ്മൾ തിരിച്ചു പോകും ആ തമാശ കേട്ടാൽ. ഇവിടെ നിലപാട് മാറ്റി, ഇവിടെ ഇങ്ങനെ കോൺഗ്രസിലാണ് നിലപാട് മാറ്റുന്നത്. അങ്ങനെ നിലപാട് മാറ്റിയതിന് ശേഷമാണ് മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വരുന്നത് ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടി. ഈ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയാം. എത്രയോ ദശാബ്ദങ്ങളായിട്ട് നടന്ന ഒരു സ്ഥാനത്യാഗമാണ് ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടിയിട്ട്. കമ്മ്യൂണിസ്റ്റ് ഐക്യമായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ EMS ഒരിക്കലും സമ്മതിച്ചിട്ടില്ല കമ്മ്യൂണിസ്റ്റ് ഐക്യത്തിന്. ഇപ്പോഴത്തെ നേതാക്കളും സമ്മതിച്ചിട്ടില്ല. MA ബേബി ഇവിടെ വന്നു. അല്ല, ഇപ്പൊ അതിന്റെ ആവശ്യകത ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് CPI തന്നെ. എനിക്ക് തോന്നുന്നു CPI വളരെ പടുകുഴിയിലേക്ക് പോയത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഐക്യത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. അല്ലല്ല, ബീഹാറിലുമൊക്കെ നല്ല സീറ്റുകൾ അവർക്ക് ഉണ്ടായിരുന്ന സമയത്തും ഒരു വട്ടം CPM-നേക്കാൾ സീറ്റുകൾ ബീഹാറിൽ നേടിയ സമയത്തും അവർ ഈ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം രണ്ടായിട്ട് നിന്നിട്ട് ശക്തി പോയി. CPM-ന് നഷ്ടപ്പെട്ടു കുറേ ശക്തി. പ്രതിപക്ഷ നേതാവല്ലായിരുന്നു നമ്മുടെ AK ഗോപാലൻ. അതെ, ജന്മത്തിന് കിട്ടുമോ സ്ഥാനം? അപ്പൊ അങ്ങനെ ഒരു ചിന്ത കൊണ്ടാണ് ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാകാൻ വിളിച്ചില്ലേ? കാലഹരണപ്പെട്ടു പോകും, സോവിയറ്റ് യൂണിയന്റെ ഗതികേടിലേക്ക് പോകും. സോമനാഥ് ചാറ്റർജി അതെ ലോക്സഭ സ്പീക്കറായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം വെച്ചുകൊണ്ടുകൂടിയാണ് തീർച്ചയായിട്ടും CPI ഇത് ആവശ്യപ്പെടുന്നത്. പക്ഷെ CPM-ന്റെ ആവശ്യം എന്താണ്? MA ബേബി അവിടെ ഒന്ന് പറഞ്ഞു, രണ്ട് പാർട്ടിയും രണ്ട് അഭിപ്രായങ്ങളാണ്, അതുകൊണ്ട് ഈ ഐക്യം നടപ്പാവില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നെ പാർട്ടി ഭരണം നിലനിർത്താൻ ഇവർ മുസ്ലിം ലീഗിനെയും പിടിച്ചു. ഏത് ചെകുത്താനെയും കൂട്ടുപിടിച്ച് ഞങ്ങൾ ഭരണം നിലനിർത്തും. EMS പറഞ്ഞ വാക്യമാണ്. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനുമായിട്ട് അങ്ങനെ കൂട്ടുപിടിച്ച ചെകുത്താനാണ് മുസ്ലിം ലീഗ്. അവർ കൊടുത്ത ജില്ലയാണ് മലപ്പുറം. ഇതൊക്കെ ചരിത്രം. അപ്പോ അതെ, കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി കൂട്ടുപിടിച്ച ഒരു ചെകുത്താനായിട്ട് മാത്രമേ CPI അവർ കണക്കാക്കുന്നുള്ളൂ. അവരുടെ ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്ന ആ സങ്കല്പവുമായിട്ട് ഒരു യോജിപ്പും CPM-നില്ല. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനെ വെറുക്കുന്നവരെക്കാൾ CPI അവർ വെറുക്കുന്നുള്ളിൽ. ആ പാർട്ടി എങ്ങനെയും തുടഞ്ഞു പോട്ടെന്ന് പറഞ്ഞാണ്. അങ്ങനെ ഓരോ തവണയായിട്ട് ഓരോരോ സീറ്റ് വീതം അവരുടെ കുറച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരട്ടെ, ചില സീറ്റുകൾ CPM തന്നെ അങ്ങ് വീറ്റുന്നു. അതാ സംഭവിക്കാൻ പോകും. അതിനിടയ്ക്കാണ് ഈ വൃദ്ധ നേതൃത്വം വന്ന് CPIയെ ഗ്രസിക്കാൻ പോകുന്നത്.